നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഒരുപാട് സൗകര്യങ്ങളുള്ളതാണ്, ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതാണ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അതിനകത്ത് കുറേ ഫോട്ടോ കിടപ്പുണ്ട്, കുറെ വീഡിയോ കിടപ്പുണ്ട്, കുറെ നമ്പേഴ്സ് കിടപ്പുണ്ട്, കുറെ സംഭവങ്ങൾ കിടപ്പുണ്ട്. പക്ഷേ ബാറ്ററിയുടെ ചാർജ് പോയാൽ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റുകയില്ല. പിന്നെ അത് വെറും ഒരു കല്ല് പോലെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഉടനെ നിങ്ങൾ തപ്പുന്നത് പ്ലഗ് പോയിന്റ് ഉണ്ടോന്നാ. പ്ലഗ് പോയിന്റ്. ട്രെയിനിലൊക്കെ ആളുകൾ സീറ്റിന്റെ അടുത്തൊരു പ്ലഗ് പോയിന്റ് കിട്ടുമ്പോൾ എന്നാ സന്തോഷമാണെന്നറിയാം. പണ്ടത്തെ പോലെയല്ല, ഇപ്പം മൊബൈലിന് എപ്പോഴും പണിയാ. ഉറങ്ങുമ്പോഴും ഇതലിങ്ങനെ ആളുകൾ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന കാണാം. ഉറങ്ങുമ്പോഴിങ്ങനെ പണിതങ്ങ് ഉറങ്ങത്തേ ഉള്ളൂ. അപ്പൊ ഇതിന് ചാർജ് നിൽക്കണം. അപ്പൊ തൊട്ടടുത്തൊരു പ്ലഗ് പോയിന്റ് ഉണ്ട്, അതിലോട്ട് കുത്തിക്കോണ്ട് പണിയാലോ. അപ്പോ വാസ്തവത്തിൽ മൊബൈൽ ഉപയോഗിക്കുന്നവർ പ്ലഗ് പോയിന്റ് എവിടെ ഉണ്ടെന്ന് നോക്കും എപ്പോഴും. ഇതുപോലെ നമ്മളെ സർവശക്തനുമായിട്ട് പ്ലഗ് ചെയ്യുന്നതാണ് പ്രാർത്ഥന. നമ്മുടെ നഷ്ടപ്പെട്ട ചാർജ് പെട്ടെന്ന് തിരിച്ചു വരും. 1 മിനിറ്റ് ചാർജ് ചെയ്താൽ, എന്റെ മൊബൈലിന് ചാർജ് പോയിട്ട് ഞാൻ ഇപ്പൊ അവിടെ നിന്ന് ഇവിടം വരെ വണ്ടിയെ കുത്തി, ഇവിടെ വന്നപ്പോൾ ഒരു ഇച്ചിരി കിട്ടിയിട്ടുണ്ട്. മെസ്സേജ് എന്നാന്നറിയോ? ഇച്ചിരി കുത്തിയാ ഇച്ചിരി കിട്ടും, കൂടുതൽ കുത്തിയാ കൂടുതൽ കിട്ടും. അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നതിന്റെ ചാർജായി കാണുന്നത്. എത്ര പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചോ. പെട്ടെന്ന് ചാർജ് പോകുമ്പോൾ വിഷമിക്കരുത്, കുത്തിവെക്കാഞ്ഞിട്ടാ. നിങ്ങൾ യേശുവിനെ നോക്ക്. പകല് മുഴുവൻ മിനിസ്ട്രി, രാത്രി മുഴുവൻ പ്ലഗ് കുത്തിയിട്ടിരിക്കുക. നോക്കിയോ? യേശുവിനെ നോക്കിയോ? പുതിയ നിയമത്തിൽ നോക്കിയോ? പുതിയ നിയമത്തിൽ യേശുവിനെ നോക്കിയോ? യേശു രാത്രി എന്നെ എടുക്കുക, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു.